ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചിടുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ചവറയിലുള്ള മണികെട്ടുന്ന അമ്പലത്തിലാട്ടോ. രാവിലെ നല്ല പെരുമഴയായിരുന്നു. മിന്നൂട്ടിക്ക് ഇതേ റെയിൻകോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തലയിൽ കൂടി അത് ഇട്ടിരിക്കുന്ന കാരണം അവൾക്കാണെങ്കിൽ ആകെ ഇറിറ്റേഷൻ. അവളുടെ മുടിയൊക്കെ ചള്ളായി പോകുമോ എന്നുള്ളൊരു പേടി, അതിൻ്റെ ഒരു ഇറിറ്റേഷനായി കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? ഞങ്ങൾ കൊല്ലം വരെ വർക്കലിൽ നിന്ന് ട്രെയിനിലാട്ടോ പോയത്. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ പോയി. ഞങ്ങൾക്ക് പ്രിയദർശിനി ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങളും കയറി ഗൈസ് പ്രിയദർശിനി ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പോയി. അപ്പോൾ ഈ ഒരു അമ്പലം വരുന്നത് കായലിൻ്റെ കടലിൻ്റെ നടുക്കായിട്ടാട്ടോ. അപ്പോൾ ഫസ്റ്റ് കായൽ, നടുക്ക് അമ്പലത്തിൻ്റെ ബാക്കിലായിട്ടാട്ടോ കടൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യമേ ജങ്കാറിൽ കയറി നമ്മൾ അമ്പലത്തിൽ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ജങ്കാറിലൊക്കെ കയറി ഈ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്പലത്തിൽ വന്ന് മണി കെട്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ തവണ ഞാനും അമ്മയും കൂടി പോയപ്പോഴത്തേനും കൊട്ട വെയിലായിരുന്നു. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതിയെന്നായിരുന്നു. പക്ഷേ ഇത്തവണ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയും തണുപ്പും ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സൺഡേ കൂടി ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഈ ക്യൂ അമ്പലത്തിനുള്ളിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ്. ഞങ്ങളും കുറേ നേരം നിന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഈ മണി കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ അമ്മ മണി കെട്ടാനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 3-4 മണിയുണ്ട്. ഒന്ന് മിന്നൂട്ടി എടുത്തു, ഒന്ന് ഞാനെടുത്തു. അപ്പോൾ ഇവിടെയാണ് മണി കെട്ടുന്നത്. ഈ ഒരു മരത്തിൽ ചുറ്റും അത്രയ്ക്കും ലക്ഷക്കണക്കിന്, ലക്ഷമൊന്നും പറയാൻ പറ്റില്ല, കോടിക്കണക്കിന് ഉണ്ടാവും മണികൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. കാണാൻ നല്ല രസം കേട്ടോ. പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് വീണ്ടും അപ്പുറത്ത് കുഞ്ഞൊരു അമ്പലം കൂടിയുണ്ട്. അപ്പോൾ അവിടെ കയറി അതും കഴിഞ്ഞു. ഇറങ്ങിയിട്ട് എനിക്ക് അപ്പുറത്ത് കടലിൽ പോകണം. കഴിഞ്ഞ തവണ വന്നപ്പോഴും കടലിൽ പോയില്ല, കൊട്ട വെയിലായത് കാരണം ഞങ്ങൾ കടലിൽ പോയില്ല. അപ്പോൾ ഇത്തവണ എനിക്ക് നിർബന്ധമായിരുന്നു പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി ഗൈസ്. അപ്പം നമുക്ക് കടൽ കണ്ടിട്ട് വരാം. നല്ല തിര അടിക്കുന്നുണ്ടായിരുന്നു. 2-3 തവണ ഞങ്ങളേക്ക് ഒന്ന് നനച്ചു. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവെയിൽ മലർത്തരൂ ഒരു സ്വപ്നം കാണും പോലെ. കുറച്ച് നേരം നിന്നു. പിന്നെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ രാവിലെ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ അവരിപ്പോൾ എന്തൊക്കെയോ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. എന്തൊക്കെയോ അമ്മ പാത്രമൊക്കെ വാരി എടുക്കുന്നുണ്ട്. മിന്നൂട്ടിക്ക് അതല്ല, മിന്നൂട്ടിക്ക് വേറെ എന്തൊക്കെയോ വേണം. അങ്ങനെ ഞങ്ങൾ 2 എന്താ പറയുക ഇതിന്, കോളിഫ്ലവർ അല്ലേ ആയിരിക്കും, അത് വാങ്ങിച്ചു, കഴിച്ചു. കുറച്ച് വെള്ളവും വാങ്ങി കുടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് 2 ചെരുപ്പ് വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ 2 ചെരുപ്പം വാങ്ങിച്ചു. മിന്നൂട്ടിക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞു, മൈലാഞ്ചി വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ ഇങ്ങനെ നാട്ടിൽ പോകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ തലേന്ന് അമ്മ ഇങ്ങനെ അമ്പലത്തിൽ പോകണ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരത്തെ വീട്ടിൽ പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞു. പിറ്റേന്ന് 5 മണിയായപ്പോൾ അമ്മ ഒന്ന് വിളിക്കുന്ന വരുന്നില്ലേന്ന്. ഞാൻ നേരം വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഞാനങ്ങ് ആകെ ടയേർഡായിരുന്നു. നൈറ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ല. അന്നത്തെ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ റൂമിൽ വന്നിട്ടും കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും വീടും എത്തി. പിന്നെ വീട്ടിലും ആ ഒരു ഇത്തിരി ടൈമാണ് കിടന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് ഉറക്കക്ഷീണം അങ്ങോട്ട് മാറിയില്ല. എന്നാൽ എനിക്ക് അങ്ങോട്ട് അമ്പലത്തിൽ പോകാതിരിക്കാനും തോന്നിയില്ല. തിരിച്ചിറങ്ങിയപ്പോഴും ഞങ്ങൾക്ക് പ്രിയദർശിനി ബസ്സാട്ടോ കിട്ടി. സത്യത്തിൽ ഞങ്ങൾ പ്രിയദർശിനി വെയിറ്റ് ചെയ്ത് നിന്നതല്ല. ഞങ്ങളവിടെ നിൽക്കുമ്പോഴെല്ലാം കൊല്ലം ബസ്സാണ് വരുന്നത്. ഞങ്ങൾക്ക് കൊല്ലം ബസ്സിൽ കയറേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് ട്രിവാൻഡ്രം ബസ് വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം ബസ്സിൽ വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ കാണാം പാരിപ്പള്ളി ബസ് കിട്ടി. അങ്ങനെ അതിൽ ചാടി കയറിയതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് കേട്ടോ. എല്ലാ ബസ്സിലും കയറിയതിന് ശേഷം ഞങ്ങൾ അറിയുന്നത് പ്രിയദർശിനിയാണ്. അങ്ങനെ നിങ്ങളുടെ യാത്രകളൊക്കെ കഴിഞ്ഞ് വീടെത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ വഴി നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു കുഞ്ഞു വഴി. സോ ഗൈസ്, ആക്ച്വലി ഞാൻ ഈ വീഡിയോ കുറച്ച് നാളായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതൊന്ന് സെറ്റാക്കി എടുത്തേ. മടിയെ ഗൈസ് പണി ചെയ്യാൻ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.